ഒരു വാൽപ്പാറ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം, എന്തൊക്കെ സ്ഥലങ്ങളാണ് ഈ റൂട്ടിൽ കാണാനുള്ളത്, ഇതിനെ പറ്റിയൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹേ, ദിസ് ഈസ് എക്സ്പ്ലോർ വിത്ത് മാഡി. അതിരപ്പള്ളി വഴി വാൽപ്പാറ, അതാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്ന റൂട്ട്. ഈ റൂട്ടിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തുമ്പൂർമുഴി ഹാങ്ങിങ് ബ്രിഡ്ജ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ അതിരപ്പള്ളി വാട്ടർഫോൾ ആണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഈ വാട്ടർഫോൾ ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങൾ തൃശ്ശൂർകാർക്ക് ചുമ്മാ ഒരു ഷോർട്ട് ട്രിപ്പ് എടുക്കാൻ തോന്നുകയാണെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്നത് ഒരു പക്ഷേ ഈ റൂട്ടായിരിക്കും. കുറച്ച് സമയം അതിരപ്പള്ളിയിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ വാഴച്ചാലാണ്. അതിനുശേഷം നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാട്ടർഫോളാണ് ചാർപ്പ വാട്ടർഫോൾ. ഈ റൂട്ടിൽ പോകുന്ന ഭൂരിഭാഗം പേരും ഇവിടെ ഒന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നത് പതിവാണ്. ദിസ് ഈസ് വാഴച്ചാൽ ആൻഡ് ഇതും വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. മലക്കപ്പാറ വാൽപ്പാറ റൂട്ട് ചെക്ക് പോസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി വേണം നിങ്ങൾക്ക് യാത്ര തുടരാൻ. ഏകദേശം 45 കിലോമീറ്റർ കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് ആ ചെക്ക് പോസ്റ്റിനിപ്പുറം നിങ്ങളെ കാത്തിരിക്കുന്നത്. രാത്രിയിൽ ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു റൂട്ടാണിത്. അതിനാൽ അതിരാവിലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ യാത്ര ആരംഭിക്കേണ്ടതാണ്. ആനകൾ ധാരാളമായി കണ്ടുവരുന്ന ഒരു മേഖലയാണിത്. ചെറിയ പാലങ്ങളും നീരുറവുകളും കാടിന്റെ സൈലൻസും ആസ്വദിച്ചാണ് ഈ യാത്ര. ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ പെൻസ്റ്റോക്ക് പൈപ്പുകളാണിത്. നിങ്ങൾ പോകുന്ന വഴിയിൽ ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിന്റ് കാണാം. യെസ്, യു ക്യാൻ ടേക്ക് എ ബ്രേക്ക് ഹിയർ. ഇതാണ് ഷോളയാർ ഡാം. ഈ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ വ്യൂ പോയിന്റ്സ് എല്ലാം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത്ര മനോഹരമാണ് ഈ പ്രദേശം. അക്കോർഡിംഗ് ടു മീ, ഓൾ ദീസ് ആർ ദ ഗ്രേറ്റ് ഫോട്ടോഗ്രാഫിക് സ്പോട്സ്. വാൽപ്പാറ, ഏഴാം സ്വർഗം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളും കുറച്ച് നല്ല മനുഷ്യരും കുറെ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, വാൽപ്പാറയിൽ എന്താണ് ഇത്രയും കാണാനുള്ളതെന്ന്. വാൽപ്പാറയിലെ ഒരു മസ്റ്റ് വിസിറ്റ് വ്യൂ പോയിന്റ് ആണ് നല്ലമുടി വ്യൂ പോയിന്റ്. വാൽപ്പാറ സിറ്റിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ മാറിയാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. ടീ പ്ലാന്റേഷനും അവിടുത്തെ ജനവിഭാഗങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഇവിടെ നമുക്ക് അടുത്തറിയാം. ഐ എം ഷുവർ യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ് റൈഡിംഗ് ത്രൂ ദിസ് റോഡ്. ഇന്ത്യൻ ഗോർ അഥവാ കാട്ടികളുടെ സ്വൈരവിഹാര കേന്ദ്രമാണ് നല്ലമുടി പോകുന്ന വഴി. മറ്റൊരു ഡെസ്റ്റിനേഷനാണ് കരുമലൈ വേളാങ്കണ്ണി മാതാ ചർച്ച്. റോഡിൽ നിന്ന് ഈ ചർച്ചിന്റെ ഒരു വ്യൂ അത് അത്രമേൽ മനോഹരമാണ്. നമ്മൾ വാൽപ്പാറയിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ തലനാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോഡ് കാണാം. ഈ തലനാർ റോഡിന്റെ സൈഡിലായിട്ടൊരു വ്യൂ. It's actually a beautiful viewpoint. You should definitely visit that area. പിന്നെ നമുക്ക് വാൽപ്പാറയിൽ കാണാനുള്ള ഒരു എസ്റ്റേറ്റ് ആണ് വാട്ടർഫോൾ എസ്റ്റേറ്റ്. ഇവിടെ എല്ലാവരും നിർത്തി ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഏരിയ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ
ആ എസ്റ്റേറ്റിലുള്ള ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യണത്. നല്ല കോടമഞ്ഞുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് അവിടെ കുറച്ചു നേരം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. 40 ഹെയർ പിൻ ബെൻഡ് ഇറങ്ങി വേണം ഇനി പൊള്ളാച്ചിയിലെത്താൻ. 13ാമതും 9ാമത്തെയും ഹെയർ പിൻ ബെൻഡിൽ നിന്ന് അലിയാർ ഡാമിൻ്റെ വ്യൂ, അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ലോംസ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഈ ഹെയർ പിൻ ബെൻഡിൽ നിങ്ങൾക്ക് കാണാം. ഐ തിങ്ക് ഈ റോഡ് പണി കൽപ്പിച്ച ഒരു പേഴ്സണാണ് ലോംസ്. അതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വാൽപ്പാറയിൽ പോയിട്ട് നിങ്ങൾക്കൊരു ടെമ്പിൾ വിസിറ്റ് ഒക്കെ വേണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാലാജി ടെമ്പിൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിളാണ്. വാൽപ്പാറയിൽ തന്നെ നമുക്ക് ശരിക്കും കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽ മറ്റൊരു സ്ഥലമാണ് ഹോൺബിൽ വ്യൂ പോയിന്റ്. ഈ ഹോൺബിൽ വ്യൂ പോയിന്റ് ഒരു നേച്ചർ വോക്കാണ്. ഒരു വ്യൂ പോയിന്റിലേക്ക് കാടിലൂടെയുള്ള ഒരു യാത്ര പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. അത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു അട്രാക്ഷനാണ് മങ്കി ഫോൾസ്. നമ്മൾ ആ ഹെയർ പിന്നൊക്കെ ഇറങ്ങി താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ അലിയാർ ഡാമിൻ്റെ വ്യൂ പോയിന്റ് നമുക്ക് കാണാം. അലിയാർ ഡാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡാം വ്യൂ ആണ് അലിയാർ നമുക്ക് നൽകുന്നത്. ആക്ച്വലി വാൽപ്പാറയിൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിക്കുന്ന നിറയെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സോ യാത്രകൾ തുടരും.